ഹലോ ഗൈസ്, ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എനിക്ക് ഒരാളെ ഗിഫ്റ്റാണ് കേട്ടോ. അങ്ങനെ സർപ്രൈസായിട്ട് എന്നെ കൊണ്ടത് വാങ്ങിപ്പിച്ച് ഞാൻ വീട്ടിലെത്തി ഒരു ചെറിയ വീഡിയോ എടുക്കാണ്ട് ഇതൊക്കെ കഴിഞ്ഞ് 12 മണിയായപ്പോൾ കേക്ക് കട്ടി സ്വന്തം തന്നെ കേക്ക് കട്ടി ഞങ്ങൾ പ്ലാൻ ആയിപ്പോണ്ടത്. അച്ചോട്ടൻ പറഞ്ഞു ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയേ എന്ന് പറഞ്ഞപ്പോൾ സർപ്രൈസായിട്ട് ഗിരിയും ടീമൊക്കെ കൂടെ എനിക്ക് വന്നിട്ടുണ്ട് 12 മണിക്ക്. അങ്ങനെ അവരെ വക ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് 12 മണിക്ക് കേക്ക് കട്ട് ചെയ്ത് അവർ പോയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബാക്കി വീഡിയോ കൂടെ എടുക്കാൻ വേണ്ടി കേക്കൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം നവിയും അച്ചുവായിട്ടും ഉണ്ട് കോള്, അതാണ് ഞാൻ സംസാരിക്കുന്നത് കാണുന്നത്. അങ്ങനെ അവർ കോളുണ്ടായിരുന്നു, അവർക്കൊക്കെ കൊടുത്തുകൊണ്ട് വീട്ടിലെല്ലാവരും വിളിച്ച് അവരൊക്കെ കിടന്നു. 1 മണിയായി ആക്ച്വലി എല്ലാം കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ രാവിലെ എഴുന്നേറ്റതാ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചിറ്റൂർ കൃഷ്ണക്ഷേത്രത്തിൽ പോയിട്ടോ തൊഴാൻ വേണ്ടി ബർത്ത്ഡേ സ്പെഷ്യലൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മറ്റേ പിള്ളേരെ പോലെ മുടി ഇപ്പോൾ ഷോർട്ട് ഹെയറും കൂടി ആയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് മാറിപ്പോയി, കുഞ്ഞിക്കുട്ടി ആയപ്പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഷോർട്ട് ഹെയർ ആയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ചേഞ്ച് ആർക്കല്ല ഇഷ്ടപ്പെടാത്ത. അങ്ങനെ ചേച്ചിയുടെ വക ഒരു ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എനിക്കൊരു സോങ് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. കാരണം അവളില്ലാത്ത ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ആ പാട്ട് കൂടെ കേട്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് സാഡായി. പക്ഷെ കുഴപ്പമില്ല. ഫസ്റ്റ് ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ, ഓഫീസ് സാരന്തയുടെ വകയായിരുന്നു. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കേക്ക് കട്ടിങ് ആയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. സ്റ്റാഫ് എല്ലാവരോടും ഒരു കേക്ക് കട്ടിങ് സർപ്രൈസ് ആയിട്ട് ഉച്ചയായപ്പോൾ തന്നെ പ്രഭു ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സർപ്രൈസ് ആയിട്ട് കൂടെ വന്ന് കേക്ക് വൈകുന്നേരം കൊണ്ടുവന്നു ഫോട്ടോസ് ഒക്കെ എടുത്ത് ഈവനിങ് കഴിഞ്ഞപ്പോൾ അവരെ വക ഒരു കേക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ ഓൾറെഡി അത് ഞങ്ങൾ താഴത്തെ ഓഫീസിലെ എൻട്രൻസ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്ത് പ്രഭുവും മിഞ്ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള 3ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. അങ്ങനെ എല്ലാ വർഷവും എൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു എൻ്റെ കൂടെ എന്നും. എനിക്ക് എല്ലാവരും ലൈഫാണ്, ഓരോരുത്തരൊക്കെ പോന്നാലും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരൊക്കെയാണ് ഇവരൊക്കെ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ നേരെ ഞാൻ വീട്ടിലോട്ട് വന്നു. അപ്പം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയ ഗിഫ്റ്റ്. കുറേ ഗിഫ്റ്റ് കിട്ടിയ വട്ടം ഭയങ്കര സന്തോഷമായി. കുറേ ഗിഫ്റ്റ്സ് ആരൊക്കെ തന്നെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ ഒരു വർഷത്തെ എനിക്ക് ഭയങ്കര മെമ്മറബിളായ ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഉണ്ട് ഒരാളും കൂടെ വന്ന് വീട്ടിലോട്ട്. അങ്ങനെ അവരെ ഗിഫ്റ്റും കിട്ടിയത് ചേച്ചിയും കുഞ്ഞിയും ചേട്ടനും കൊടുത്താൽ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പം ലവ് യു ആൻഡ് ബൈ.